ഹലോ എവ്രി വൺ. ഇനി നമ്മുടെ മൊഡ്യൂൾ 3-ലെ നെക്സ്റ്റ് ടോപ്പിക് ഇസ് നെറ്റ്വർക്ക് ഫോറൻസിക്സ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ലോഗ്സ്. അപ്പൊ ഇന്നലെയും ഞാനൊക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ വി ഹവ് ഓൾറെഡി സീൻ ദാറ്റ് എന്ത് ഇൻട്രൂഷൻ നടന്നാലും എവിഡൻസ് കിട്ടാൻ പറ്റുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെപ്പോസിറ്ററിയാണ് പലതരം ഓഡിറ്റ് ട്രെയിലുകളും ലോഗ്സ്. ഓക്കെ, സോ ഫോർ നെറ്റ്വർക്ക് ഫോറൻസിക്സ് എന്ത് തരം ലോഗുകളാണ് നമുക്ക് നോക്കാൻ പറ്റുന്നതെന്നും അത് ഡേറ്റ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എവിഡൻസ് ഫോറൻസിക്കലി സെക്യൂർ ആയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിച്ച് ടൂൾസ് are going to be used and some of the features in those tools is what we're going to look at today. Okay, so this is important. പരീക്ഷയ്ക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങളത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യാൻ. ഓക്കെ, നൗ ഫസ്റ്റ് എപ്പോഴത്തെയും പോലെ നമ്മളൊരു എക്സാമ്പിൾ കാണുകയാണ്. ഇൻ ഓഗസ്റ്റ് 2005 മൊറോക്കോയിലുള്ള രണ്ടുപേര് ഫരീദ് എസബാറും ടർക്കിയിലുള്ള അറ്റീല എക്കീസി ബോത്ത് വർ അറസ്റ്റഡ് ഇൻ ദിയർ ഹോംസ്. ദാറ്റ് ഇസ്, ഒരാൾ മൊറോക്കോയിലും ഒരാൾ ടർക്കിയിലും they got arrested and they were charged with creating a number of worms. Okay, സോട്ടോബ്, ആർബോട്ട്, മൈറ്റോബ് എന്ന് പറയുന്ന 3 വേമുകൾ ക്രിയേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് അവർ രണ്ടുപേരും പിടിക്കപ്പെട്ടത്. ഓക്കെ, നോ മൈറ്റോബ് വേം എന്ന് പറയുന്നത് പലതരം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്തിരുന്നത്. ആൻഡ് സോട്ടോബ് വേം എന്ന് പറയുന്നത് അന്ന് വളരെ പ്രമുഖമായിരുന്ന കോർപ്പറേറ്റ് ജയൻസ് ലൈക്ക് ന്യൂയോർക്ക് ടൈംസ് കമ്പനി, CNN, ABC ന്യൂസ്, കാറ്റർപില്ലർ ഇങ്ക്, ജനറൽ ഇലക്ട്രിക് കോ എക്സെട്ര ഈ കമ്പനികളെയാണ് അധികവും എഫക്റ്റഡ് ആയത്. 12 ദിവസം കഴിയുന്നതിന് മുമ്പ് ഈ വേമുകൾ റിലീസ് ചെയ്ത് 12 ദിവസം കഴിയുന്നതിന് മുമ്പായിട്ട് ഈ 2 കൾപ്രിറ്റ്സിനെയും അറസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്? അതാണ് ഈ സെക്ഷനിൽ ഈ നെറ്റ്വർക്ക് ഇൻട്രൂഷൻ നടന്നു എന്ന് പ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള ലോഗുകളിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഈ 2 പേരാണ് ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കി അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കഴിയും. ഓക്കെ, നൗ what exactly is network forensics? Already നമ്മൾ കണ്ടതാണ്. Once again we are looking at the definition. It is the capturing, recording and analysis of network events. Capture ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? To discover the source of security attacks. Okay, അതാണ് നെറ്റ്വർക്ക് ഫോറൻസിക്സിന്റെ എസെൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ട്രാഫിക്കിനെ നെറ്റ്വർക്കിലുള്ള പലതരം സ്ഥലങ്ങളിൽ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻ തിയറി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ കിടപ്പുണ്ട് അവിടെ കിടപ്പുണ്ട് ഇങ്ങനെ കളക്ട് ചെയ്താൽ മതി എന്ന് നമുക്ക് തോന്നും. പക്ഷെ പ്രോസസ്സ് എന്ന് പറയുന്ന അത്ര ഈസിയോ സിമ്പിളോ അല്ല. നോർമലി ദ പ്രോസസ് ഫോർ കളക്ടിങ് ഗുഡ് എവിഡൻസ് ഫ്രം നെറ്റ്വർക്ക് ട്രാഫിക് ഇസ് കോംപ്ലക്സ്. ഓക്കെ, ഈ നെറ്റ്വർക്ക് ട്രാഫിക് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ പലതരം ഡിവൈസസ് ഉണ്ട്. ഈ പലതരം ഡിവൈസസിൽ നിന്നും അതിൻ്റെ ലോഗ്സിൽ നിന്നും അതിൻ്റെ മെമ്മറി ലൊക്കേഷൻസിൽ നിന്നും ഒക്കെ ഈ ഡേറ്റ കളക്ട് ചെയ്ത് വേണം നമ്മൾ ഇന്റർ കോറിലേറ്റ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ അതിനെ അറ്റാക്കിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. നെറ്റ്വർക്ക് ഡേറ്റയെ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടും ടൈം കൺസ്യൂമിങ് ആയിട്ടും ഉള്ളൊരു ടാസ്ക് ആണ് നെറ്റ്വർക്ക് ഡേറ്റ അനലൈസ് ചെയ്യാം എന്ന് പറയുന്നത്. ആൻഡ് തിങ് ഇസ് ദാറ്റ് ഇത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി, ദാറ്റ് ഇസ് ഇൻവെസ്റ്റിഗേറ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് അനാലിസിസ് ടൂളുകൾ ഇനഫായിട്ട് ഇല്ല. ഓക്കെ, ആൻഡ് ഒരു പ്രശ്നവും ഇല്ലാത്ത 100% ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെത്തേഡും ഇല്ല. കാരണം നെറ്റ്വർക്കിലുള്ള എല്ലാ ട്രാഫിക്കും വെദർ ജനറേറ്റഡ് ബൈ ദി അറ്റാക്കർ ആസ് ബോഗസ് ട്രാഫിക് ഓർ വെദർ ഇറ്റ് ഇസ് ജെനുവിൻ ട്രാഫിക്, ഇതൊക്കെ കണ്ടെത്തിയിട്ട് വേണം പ്രൂഫ് എന്താണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കാൻ. സോ ദാറ്റ്സ് ഓൾസോ അനദർ ഡിഫിക്കൽട്ടി വെൻ അനലൈസിങ് നെറ്റ്വർക്ക് ഡേറ്റ. പക്ഷെ നെറ്റ്വർക്ക് ഫോറൻസിക്സിലൂടെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്
4 കാര്യങ്ങൾ. ഒന്ന്, എങ്ങനെയാണ് ഇൻട്രൂഡർ ആക്സസ് ഗെയിൻ ചെയ്തത്, ഓക്കെ, ഏത് രീതിയിൽ, എന്ത് മെത്തേഡ് യൂസ് ചെയ്ത്, വാട്ട് ഈസ് ദ പാത്ത് ഓഫ് ഇൻട്രൂഷൻ, ഓക്കെ, വാട്ട് ആർ ദ ടെക്നിക്സ് ദാറ്റ് ദി അറ്റാക്കർ ഹാസ് യൂസ്ഡ്, ആൻഡ് എവിടൊക്കെ അതിന്റെ ട്രേസസും എവിഡൻസസും കിടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നെറ്റ്വർക്ക് ഫോറൻസിക്സിലൂടെ റിവീൽ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇൻട്രൂഷൻ പ്രോസസ് ക്യാൻ ബി മെനി. അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്യൂമറേഷൻ, വൾണറബിലിറ്റീസ്, വൈറസസ്, ട്രോജൻ, ഇമെയിൽ ഇൻഫെക്ഷൻ, റൗട്ടർ അറ്റാക്സ്, റൗട്ടർ ഫോറൻസിക്സ് നമ്മൾ ഇനി അടുത്ത സെക്ഷൻസിൽ കാണാൻ പോകുന്നുണ്ട്. പാസ്വേഡ് ക്രാക്കിംഗ് ആൻഡ് ലോട്ട്സ് ഓഫ് other vectors are also there for intrusion. Okay, now where can we look for evidence? എവിടൊക്കെ നമുക്ക് എവിഡൻസ് കണ്ടെത്താൻ പറ്റും? ഓക്കെ, ഒന്ന് അറ്റാക്കറിന്റെ കമ്പ്യൂട്ടറിൽ നിന്നും, ആൻഡ് ആ കമ്പ്യൂട്ടറിൽ നിന്നും സിഗ്നൽസോ മെസ്സേജസോ പോകുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിൽ നിന്നും നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഫയർവാൾസിൽ നിന്നും, നെറ്റ്വർക്ക് ചെയ്തിരിക്കുന്ന ഡിവൈസസിൽ നിന്നും, വിക്ടിമിന്റെ നെറ്റ്വർക്കും കമ്പ്യൂട്ടറും ഡിവൈസസിൽ നിന്നും നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. Okay, now what is end-to-end forensics? From the beginning to the end, follow ചെയ്യേണ്ട procedures-നാണ് end-to-end forensic investigation എന്ന് പറയുന്നത്. And what is normally done is, from the beginning, that is locating the evidence, എവിഡൻസ് കളക്ട് ചെയ്യുമ്പോഴുള്ള പിറ്റ്ഫോൾസ്, ഇവന്റിനെ അനലൈസ് ചെയ്ത് കേസിന് പ്രിപ്പയർ ചെയ്യുക, എവിഡൻസ് കണ്ടെത്തി കേസ് പ്രിപ്പയർ ചെയ്യുന്നിടം വരെയുള്ള കാര്യങ്ങൾ is end-to-end forensics. Okay, now we're going to look at the different logs. ഓരോ ലോഗ്സിന് എന്ത് ടൂൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. സോ ലോഗ് ഫയൽസ് ആസ് എവിഡൻസ്, ഈ സെക്ഷനിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ലോഗ് ഫയൽസ് ആസ് എവിഡൻസ് ആണ്. ഓക്കെ, സോ ലോഗിൽ എന്തെല്ലാം കാര്യങ്ങളാണ്? പ്രൈമറി ആയിട്ട് ലോഗിൽ റെക്കോർഡ് ചെയ്യുന്നത് യൂസറിന്റെ എല്ലാ ആക്ടിവിറ്റീസും, നെറ്റ്വർക്കിൽ ആ യൂസറിന്റെ എല്ലാ ആക്ടിവിറ്റീസും ലോഗ് ചെയ്ത് വെക്കും. ഓക്കെ, ആൻഡ് ദിസ് gives us a hint as to how certain attacks were possible. So clues provide ചെയ്യുന്നതാണ് ഈ പല ലോഗുകളിൽ നിന്നും പല ഇൻഫർമേഷൻ നമുക്ക് കിട്ടാം. ഓക്കെ, ലോഗിന്റെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ലെവലിലുള്ള, ഈവൻ വിൻഡോസിലൊക്കെ യൂസർ ലെവലിൽ പോലും ഈ ലോഗുകളെ ഓൾട്ടർ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എവിഡൻസ് ആയിട്ട് നമ്മൾ ലോഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റിഗേറ്ററിന്റെ ആദ്യത്തെ ടാസ്ക് ഇസ് ടു പ്രൂവ് ദാറ്റ് ഇൻ കോർട്ട് ദാറ്റ് ദ ലോഗ് വാസ് നോട്ട് ടാമ്പേർഡ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എവിഡൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. ഇപ്പൊ ഒരു നോർമൽ കേസസിൽ കമ്പ്യൂട്ടർ റെക്കോർഡ്സ് ഒന്നും തന്നെ അഡ്മിസിബിൾ അല്ല, unless we can prove that those records, once it is recorded, it cannot be manipulated or changed. അങ്ങനെ ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണിക്കാനായിട്ട് പറ്റണം. അതിനാണ് നേരത്തെ നമ്മൾ കണ്ട ഹാഷ് വാല്യൂസും, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്നാണ് ലാസ്റ്റ് ചേഞ്ച് വന്നത്, ആരാത് ചെയ്തു, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഷുഡ് ബി റെക്കോർഡഡ്. അപ്പോൾ ഒരു അറ്റാക്കോ ഒരു ഒരു ക്രൈമോ നടക്കുന്നതിന് മുമ്പായിട്ട് ഈ റെക്കോർഡ് ചെയ്യാൻ, റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ കമ്പ്യൂട്ടറിലെ റെക്കോർഡ്സ് എവിഡൻസ് ആയിട്ട് കോർട്ടിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലീഗാലിറ്റി കോർട്ടിൽ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് എവിഡൻസ് ആണ് എന്ന് പറയണമെങ്കിൽ ഏത് രീതിയിലാണ് ലോഗ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ അത് സ്റ്റോർ ചെയ്യണം, ഏത് രീതിയിൽ ഫോറൻസിക് കളക്ഷൻ, ഡേറ്റ കളക്ഷൻ ഓർ എവിഡൻസ് കളക്ഷൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി നമ്മൾ രണ്ട് സൈഡുകളിലായിട്ട് കാണാൻ പോകും. ഓക്കെ, സോ വാട്ട് ആർ ദ ലീഗൽ ഇഷ്യൂസ്? മെനി ഓഫ് ദീസ് തിങ്സ്, ഫയലുകളുടെ കാര്യം പറഞ്ഞപ്പോഴും പല കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ലോഗ്സ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായ ഇവന്റ്സ് നേരത്തെ തന്നെ ലോഗ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ആൻഡ് ദാറ്റ് ദോസ് ഫയൽസ് കനോട്ട് ബി ടാമ്പേർഡ്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ ഇവന്റിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഇവന്റ് someone with the knowledge of the event,
ആ പർട്ടിക്കുലർ കാര്യം നടന്നു എന്ന് അറിയാവുന്ന ഒരാൾ അതിനെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ദെൻ റെഗുലർ ആയിട്ട് ബിസിനസ് പ്രാക്ടീസ് ഓർ ആ കമ്പനിയുടെ പ്രാക്ടീസസ് അനുസരിച്ച് തന്നെ ലോഗ്സ് കീപ്പ് ചെയ്യുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ക്രിയേറ്റഡ് when we want to collect evidence. It should be created before the attack or crime. Okay, കാരണം റാൻഡം കമ്പൈലേഷൻസ് അഡ്മിസിബിൾ ആയിരിക്കത്തില്ല. അതേപോലെ തന്നെ ഒരു ലോഗ് ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുമ്പം ആ ലോഗ് കറക്റ്റ് ആണ് എന്ന് നമുക്ക് എങ്ങും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദാറ്റ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ആസ് എവിഡൻസ്, റെക്കോർഡിക്കൽ എവിഡൻസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. And if an organization start keeping regular logs now, എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ കളക്ട് ചെയ്യുവാണെങ്കിൽ ലേറ്റർ നടക്കുന്ന ഇവന്റുകളോ ക്രൈമുകൾക്കോ മാത്രമേ അത് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, ഇനി കസ്റ്റോഡിയൻ ഓർ അതർ ക്വാളിഫൈഡ് വിറ്റ്നസസ് must testify to the accuracy and integrity of the log. So ഒരു അഡ്മിൻ ലെവലിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിയാവുന്ന ആൾക്കാർ ടെസ്റ്റിഫൈ ചെയ്യണം that this log is not tampered with. Okay, അതേപോലെ ഈ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ക്വാളിഫൈഡ് വിറ്റ്നസ് must also give a testimony as to the reliability and integrity of the hardware and software platforms, including the logging software. Okay, കാരണം ലോഗ്സ് സാധാരണ വേറെ ആപ്ലിക്കേഷൻസ് കൂടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി എനി ഫെയിലിയർ ഇൻ ദ റെക്കോർഡിംഗ് ഓർ സെക്യൂരിറ്റി കാണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ലോഗ് will not be admissible in court. അപ്പൊ അത് എവിഡൻസ് ആയിട്ട് പ്രസന്റ് ചെയ്താലും എതിർകക്ഷ വക്കീലിന് അത് ഇംപീച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഇഫ് എനി ഇൻവെസ്റ്റിഗേറ്റർ കക്ഷിയുടെ വക്കീല് നമ്മുടെ മെഷീൻ ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസ് ആയി എന്ന് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ആ കോംപ്രമൈസ് ആയ പോയിന്റ് തൊട്ടുള്ള ഒരു ഇൻഫർമേഷനും എവിഡൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പിന്നെ അലവബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു സിവിൽ ലോസൂട്ട് ആണെങ്കിൽ ദെൻ അലജ്ഡ് ആയിട്ടുള്ള ഹാക്കിംഗ് നടന്നിട്ടുള്ളവരുടെ എതിരെ ഈ ഓർഗനൈസേഷന്റെ സ്വയം ഉള്ള റെക്കോർഡുകൾ ഡിഫൻഡന്റിനെ എന്ന് വെച്ചാൽ നമ്മൾ ഹാക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ അക്യൂസ് ചെയ്തിരിക്കുന്ന ആളാണ് ഡിഫൻഡന്റ്. അയാൾ അത് ചെയ്തില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഏതെങ്കിലും റെക്കോർഡ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ സിവിൽ കേസിൽ അയാൾക്കെതിരെ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, കാരണം നമ്മുടെ ഓർഗനൈസേഷന്റെ തന്നെ ലോഗിങ്ങും മോണിറ്ററിങ്ങും സോഫ്റ്റ്വെയർ ആണ് പറയുന്നത്. സോ ഈ നമ്മുടെ ഓർഗനൈസേഷന്റെ ലോഗിങ്ങും മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ പോർട്ടൽ അവൈലബിൾ ആക്കണം, മറ്റേ ഡിഫൻസിനും അവൈലബിൾ ആക്കണം. എന്നിട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റണം നമ്മുടെ ലോഗുകൾക്കനുസരിച്ച് അയാളാണ് ആ ക്രൈം കമ്മിറ്റ് ചെയ്തത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ കേസിൽ ഒറിജിനൽ കോപ്പീസ് ഓഫ് ദ ലോഗ് ഫയൽസ് ആണ് പ്രിഫർ ചെയ്യപ്പെടുന്നത്. പക്ഷെ ഒറിജിനൽ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഒറിജിനലിൽ നിന്ന് പ്രിന്റ് എടുത്ത കോപ്പി സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോർട്ടിൽ ഈ USB-യോ SPSI ഇന്റർഫേസ് മെമ്മറി നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായി. Okay, now next is examining the security events നടക്കുമ്പം സെക്യൂർ ആണോ അല്ലയോ എന്നുള്ളത്. ഇൻട്രൂഷൻ ആൻഡ് സെക്യൂരിറ്റി ഇവന്റ്സ് എക്സാമിൻ ചെയ്യുന്നതാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഓൾറെഡി നമ്മൾ കണ്ടു. ഇൻട്രൂഷനും സെക്യൂരിറ്റിയും ബ്രീച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആൻഡ് സെക്യൂരിറ്റി ഫയർവാൾ അങ്ങനത്തെ ടൈപ്പിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ നേരത്തെ തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടു തരം അറ്റാക്കുകളുണ്ട്, പാസീവും ഉണ്ട്, ആക്റ്റീവും ഉണ്ട്. സോ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ചെയ്യുമ്പോഴും പാസീവ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും ഉണ്ട്, ആക്റ്റീവായിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ അറ്റാക്കുകൾ ഡിറ്റർ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സും യൂസ് ചെയ്യും. ഓക്കെ, സോ പോസ്റ്റ് അറ്റാക്ക് ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പാസീവ് ഇൻട്രൂഷൻ നടക്കുന്ന സമയത്തെ കാര്യങ്ങളാണ് താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിറ്റക്ഷൻ ഓഫ് ആൻ ഇൻട്രൂഷൻ that occurs after an attack. അതാണ് പാസീവ് ഇൻട്രൂഷൻ ഡിറ്റക്ഷനിൽ നടക്കുന്നത്. ഇൻസ്പെക്ഷൻ ഓഫ് ലോഗ്സ് wherever it is available and manual review of the event logs and application logs can also take place. Okay, ഇനി ആക്റ്റീവ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആണെന്നുണ്ടെങ്കിൽ
അറ്റാക്ക് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വി ആർ ട്രൈങ് ടു ഡിറ്റക്ട് ദി അറ്റാക്ക് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് കളക്ട് എവിഡൻസ് ഓൾസോ വെൻ റിക്വയർഡ്. അതാണ് ആക്റ്റീവ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? സിസ്റ്റം കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഫോർ എനി കൈൻഡ് അൺഓത്തറൈസ്ഡ് ആക്ടിവിറ്റി. അതിന് പലതരം ടെക്നിക്സും മെത്തേഡ്സും ടൂൾസും അവൈലബിൾ ആണ്. സോ ഓരോ യൂസറിന്റെ ആക്ഷനും സെക്യൂരിറ്റി ലോഗുകളും ഓഡിറ്റ് ട്രെയിലുകളും ഒക്കെ വെച്ചിട്ടാണ് ഒരു ഇൻട്രൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. പലതരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രൂഷൻ ഉണ്ട്. ഓരോന്നിനും ഓരോ സിഗ്നേച്ചറോ അറ്റാക്ക് വെക്ടേഴ്സോ ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയാലാണ് ഒരു പർട്ടിക്കുലർ അറ്റാക്കോ ഇൻട്രൂഷനോ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, നോർമൽ കേസുകളിൽ നെറ്റ്വർക്ക് ഫോറൻസിക്സ് ചെയ്യുമ്പോൾ പലതരം ലോഗുകൾ പലയിടത്തു നിന്നും നമ്മൾ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യുമ്പോഴാണ് എവിഡൻസ് നമുക്ക് കിട്ടുന്നത്. ഒന്ന്, ഇതിനെ നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്യാനും സേഫായിട്ട് സ്റ്റോർ ചെയ്യാനും ഉള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ലോഗ്സിനെ ഡിവൈസസ് കളക്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഒരു ഇൻ ജനറൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഫയർവാൾ, IDS, TCP ഡംപ് ആൻഡ് ഇന്റർനെറ്റ് ലോഗുകൾ. അങ്ങനെ പല ലോഗ്. വി ഗോയിങ് ടു ലുക്ക് അറ്റ് ഡീറ്റെയിൽസ് ഇൻ എ ലിറ്റിൽ ബിറ്റ്. ഓക്കെ, ഇനി ഫസ്റ്റ് ലോഗ് വിച്ച് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ഇസ് IIS. എന്താണ് IIS? ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസസിന്റെ ഇൻഫർമേഷൻ. ഓക്കെ, ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസസ്. സോ ഇന്റർനെറ്റിന്റെ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള ലോഗ് സർവീസസ് ആണ് ഈ IIS-ലുള്ളത്. ഇതിനെ നമുക്ക് കോർട്ടിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും if we can prove to the court that the information in the logs are credible. ഓക്കെ, ക്രെഡിബിൾ അല്ല എന്ന് കോർട്ടിൽ സ്ഥാപിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. സോ റിലയബിൾ എവിഡൻസ് ആണ് എന്ന് കാണിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. എനിത്തിങ് ദാറ്റ് വി പ്രസന്റ് ഫ്രം കമ്പ്യൂട്ടർ ലോഗ്സ്. ഓക്കെ, നൗ എവിഡൻസിനെ ഇനി ക്രെഡിബിൾ ആണ്, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എവിഡൻസിനെ ഗ്യാദർ ചെയ്ത് സെക്യൂർ ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. അതിനൊരു പ്രോസസ് ഉണ്ട്. സോ ആക്യുറേറ്റ് ആയിട്ട് ഒത്തന്റിക് ഡേറ്റ ആൻഡ് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എവിഡൻസിനെ സെക്യൂർ ചെയ്യാം. ഓക്കെ, നൗ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് the validity of the log files, investigator ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം is that to present them as acceptable and dependent. Okay, so നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കളക്ട് ചെയ്ത് ഏത് സമയത്താണെന്നും ആ കളക്ട് ചെയ്തതിന് ശേഷം ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓരോ ചേഞ്ചും റെക്കോർഡ് ചെയ്ത് എവിഡൻസ് നമുക്ക് കാണിച്ച് കൺവിൻസിംഗ് ആയിട്ട് ആർഗ്യൂ ചെയ്ത് ഇത് കറക്റ്റ് എവിഡൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അടുത്തത് ലോഗ് ഫയലിന്റെ ആക്യുറസി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, സോ ആക്യുറേറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ക്രെഡിബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതിനും സഹായിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ടൈം സ്റ്റാമ്പ്സും ചേഞ്ചസ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും ഹാഷ് വാല്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ആക്യുറസി പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് കോർട്ട് ഓഫ് ലോയിൽ നമുക്കത് എവിഡൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ഒരു കാര്യം, നമ്മുടെ ലോഗ് ഫയലിൽ എല്ലാം ലോഗ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് എന്നും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. അത് അഡ്മിനിസ്ട്രേറ്റർ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ചെയ്തിട്ടുണ്ട് എന്നും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, സോ നോർമലി IIS ലോഗ്സിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് യൂസറിന്റെ എല്ലാ ആക്ടിവിറ്റിയുടെ ഇൻഫർമേഷനും നമുക്ക് ഈ ലോഗുകളിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഓക്കെ, ഇനി എക്സ്റ്റെൻഡഡ് ലോഗിംഗ് ഇസ് പോസിബിൾ ഇൻ IIS സർവർ. ഓക്കെ, നമുക്ക് സർവറിലെ IIS ലോഗിംഗ് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും ബൈ സെറ്റിംഗ് നോർമലി ലോഗിംഗ് ഇസ് സെറ്റ് ടു ഡിഫോൾട്ട്. ഓക്കെ, അതൊരു ലിമിറ്റഡ് ലോഗിങ്ങിന്റെ സെറ്റപ്പാണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ ലോഗിങ്ങിന്റെ സെറ്റപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് സാധാരണ ചെയ്യുന്നത് കോൺഫിഗറേഷൻ ടൈമിൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡഡ് ലോഗിങ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുപോലെ നെറ്റ്വർക്ക് ലോഗ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേനും ടൈം സ്റ്റാമ്പ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതിന്
നമ്മുടെ ടൈം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് ടൈം കീപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ ഇൻസ്റ്റലേഷൻ ടൈമിൽ തന്നെ നമ്മളത് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത്, നേരത്തെ നമ്മൾ മൊഡ്യൂൾ 1-ൽ കണ്ടതാണ്, എവിഡൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ടൈം എന്ന് പറയുന്നത് എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റാൻഡേർഡിലേക്ക് കാൽക്കുലേഷൻസ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. ഓക്കെ, കീപ്പിംഗ് ടൈം വിത്ത് ദ വിൻഡോസ് ടൈം സർവീസ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററും IIS സെർവറും ലോഗ്സും സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ടു കണക്ട് ദം ടു എനി എക്സ്റ്റേണൽ ടൈം സോഴ്സ്. ഓക്കെ, സോ ആ ഡൊമെയിൻ യൂസ് ചെയ്ത് ടൈം സർവീസസിനെ സിങ്ക്രണൈസ് ചെയ്യണം യൂസിങ് ദ ഡൊമെയിൻ കൺട്രോളർ. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് IIS റെക്കോർഡ് ലോഗ്സ് യൂസസ് UTC ടൈം. ഓക്കെ, ദിസ് ഹെൽപ്പ് സിങ്ക്രണൈസ് സെവറൽ മൾട്ടിപ്പിൾ സോൺസിലുള്ള ടൈം സോൺസിലുള്ള സെർവേഴ്സിനെ സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് UTC ടൈം യൂസ് ചെയ്യാം. ഇനി വിൻഡോസ് ഒരു പർട്ടിക്കുലർ ടൈം UTC ടൈം അല്ല എങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും UTC ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും അത് ഈ സഹായിക്കും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണ് വെരിഫൈ ചെയ്യേണ്ടത് സെർവറിന്റെ ടൈം സോണും സെറ്റിംഗ്സും കാര്യങ്ങളും ഫയലിന്റെ എൻട്രീസും ഒക്കെ ഈ UTC ടൈമിലാണ് അല്ലെങ്കിൽ ആവശ്യമുള്ള ടൈം സോണിലാണ് എന്ന് എൻഷുർ ചെയ്യേണ്ടത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അടുത്ത ഒരു കാര്യം, ലോഗ് ചെയ്യുമ്പം മിസ്സിംഗ് ലോഗ് ഡീറ്റെയിൽസ് ഇല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കണം. സോ ടു അവോയ്ഡ് മിസ്സിംഗ് logs, IIS server offline or powered off ആണെങ്കിൽ log files will not be created. സെർവർ ഓൺ ആണെങ്കിൽ മാത്രമേ ലോഗ് ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ സെറ്റ് ഒരു ടൈം തൊട്ട് വേറൊരു ടൈം വരെ ലോഗ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കാൻ പറ്റണം ദാറ്റ് ആ പർട്ടിക്കുലർ ടൈമിൽ സെർവർ ഓഫ്ലൈൻ ആയിരുന്നു അല്ലെങ്കിൽ ഓഫ് ആയിരുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് പറ്റണം. അല്ലാതെ ആ ലോഗ് വേറൊരാൾ കയറി ഡിലീറ്റ് ചെയ്തതല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു ഇടയ്ക്കിടയ്ക്ക് പിങ് ചെയ്യും സെർവറിനെ. സോ അതൊരു ഷെഡ്യൂളിംഗ് ടൂള് പോലെയാണ്. പിങ് ചെയ്ത് ഓഫ് ആക്കുന്നതിന് മുമ്പായിട്ട് പിങ് ചെയ്ത് അത് ആക്റ്റീവ് വർക്കിംഗ് ആണ്. അപ്പോൾ ഓഫ് ആണെന്നുണ്ടെങ്കിൽ പിങ് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പൊ ആ ലോഗും കൂടെ ചേർത്ത് നമുക്ക് കാണിക്കാൻ പറ്റും ലോഗ് ഫയലുകൾ ഓഫ് ആയതുകൊണ്ടാണ് മിസ്സിംഗ് ഗ്യാപ്പുകൾ ഉള്ളത്, അല്ലാതെ മാനിപ്പുലേറ്റഡോ ഡിലീറ്റഡോ അല്ല എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുന്നു. ഇഫ് വി ഹാവ് എ ഷെഡ്യൂളിംഗ് ടൂൾ വിച്ച് ഹിറ്റ്സ് സെർവർ ഇടയ്ക്കിടയ്ക്ക് ഹിറ്റ് ചെയ്ത് സെർവർ ഓൺ ആണോ ഓഫ് ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒത്തന്റിസിറ്റി ഓഫ് ലോഗ് ഫയൽസ്. ഓക്കെ, IISൽ ലോഗ് ഫയൽസ് നോർമൽ കേസിൽ സിമ്പിൾ ടെക്സ്റ്റ് ഫയൽസ് ആണ്, അതുകൊണ്ട് തന്നെ ഓൾട്ടർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഡേറ്റും ടൈമും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. നോർമൽ വിൻഡോസിലൊക്കെ അത് യൂസറിന് തന്നെ ചെയ്യാൻ പറ്റും, ലൈക്ക് നോർമൽ യൂസേഴ്സിന്, അഡ്മിൻ ആയിരിക്കണം എന്ന് പോലും ഇല്ല. ഓക്കെ, സോ അവരുടെ ഇഫ് ദ ലോഗ് ഫയൽ സെറ്റ് ടു ഡിഫോൾട്ട്, ഈ ഫയലുകൾ പോർട്ടിൽ അഡ്മിസിബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, സോ പോർട്ടിൽ അഡ്മിസിബിൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം നമ്മൾ ഈ ലോഗ് ഫയലിൽ അതാത് സമയത്ത് വേറൊരു ലൊക്കേഷനിലേക്ക് സെക്യൂർ ആയിട്ട് എൻക്രിപ്റ്റഡ് ആയിട്ടോ ഓർ ടാമ്പറബിൾ അല്ലാത്ത രീതിയിൽ സെക്കൻഡറി സ്റ്റോറേജുകളിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഓഫ്ലൈൻ. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമാണ് ഈ ലോഗ് പിന്നെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ തന്നെ മെയിൻറ്റെയിനിങ് ക്രെഡിബിൾ ആയിട്ടുള്ള IIS ലോഗ് ഫയൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, വർക്കിംഗ് വിത്ത് കോപ്പീസ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ഒരിക്കലും നമ്മൾ ഒറിജിനലായി വർക്ക് ചെയ്തില്ല, കോപ്പി ഓഫ് കോപ്പീസിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫയൽസ് പോലെ തന്നെ ലോഗ് ഫയൽസും ഇതേ കാര്യങ്ങൾ റെലവെന്റ് ആണ്. Everything that we saw in module 1 is also relevant for log files. Okay, then ഈ ലോഗ് ഫയൽസ് കോർട്ടിൽ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ the investigator has to present original files in the original form. ഇനി ആക്സസ് കൺട്രോൾ, ചെയിൻ ഓഫ് കസ്റ്റഡി, ഇതെല്ലാം is relevant just like any other file. So in order to prove the credibility, ഈ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഫയലുകളിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണിക്കാൻ പറ്റണം. നോർമലി അത് ചെയ്യാൻ വേണ്ടിയത്
ഫയൽ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. സോ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം NTFS പെർമിഷൻസ് ആണ് ഈ ലോഗ് ഫയൽസിനെ ഓഡിറ്റ് ഫയൽസിനെ ഒക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആരെപ്പം എന്ത് കാര്യത്തിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു എവിഡൻസ് ഉള്ളത്, ദാറ്റ് ഇസ് ചെയിൻ ഓഫ് കസ്റ്റഡി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി IASന് സെൻട്രലൈസ്ഡ് ബൈനറി ലോഗിംഗ് ഉണ്ട്. ഈ ബൈനറി ലോഗിംഗ് നോർമൽ കേസിൽ ഡയറക്ട്ലി പാസ് ചെയ്യാനോ വ്യൂ ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഒന്നും അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതല്ല. സോ അതിനാവശ്യമായ പാസിംഗ് ടൂൾസും അനാലിസിസ് ടൂൾസും പ്രസന്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അഡ്വാൻറ്റേജ് ഇത്രയേ ഉള്ളൂ. ബൈനറി ലോഗ്സിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സെക്യൂർ ചെയ്യാനായിട്ടും അതൊക്കെ കുറച്ച് എമൗണ്ട് ഓഫ് ടൈം മാത്രമേ ആവശ്യം വരത്തുള്ളൂ. പക്ഷേ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഫോറൻസിക് എവിഡൻസ് കളക്ഷൻ ആൻഡ് അനലൈസ് ചെയ്ത് അതിന്റെ എവിഡൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യാനൊക്കെ അതിനാവശ്യമായിട്ടുള്ള ടൂളുകൾ ആവശ്യമാണ്. ഓക്കെ, ODBC ലോഗിംഗ്. ODBC ലോഗിംഗ് എന്ന് പറയുന്നത് ഡേറ്റയെ ODBC കംപ്ലയൻസ് ആയിട്ട് ഡേറ്റ ഫീൽഡുകൾ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട് IAS. അപ്പൊ അത് സാധാരണഗതിയിൽ ഡേറ്റാബേസ് ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് SQL സെർവർ യൂസ് ചെയ്തിട്ടാണ് ഈ ODBC ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ലോഗിൻ ഹാസ് ടു ബി എനേബിൾഡ്. IAS disables http.sys when ODBC logging is enabled and kernel mode caching അത് ഡിസേബിൾ ചെയ്യും. ഇനി ടൂൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് IAS Logger ആണ്. യു ഗോയിങ് ടു ലുക്ക് അറ്റ് IAS Logger. ഇറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ ഫംഗ്ഷനാലിറ്റി ഓൺ ടോപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ലോഗിംഗ് ആൻഡ് അഡീഷണൽ ലോഗ് ഡേറ്റയും സിസ്ലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അലേർട്ട് സെൻഡ് ചെയ്യാനായിട്ടും ഒക്കെ ഇത് പ്രൊവിഷൻസ് ഉണ്ട്. ഫിൽട്ടർ ചെയ്യാൻ IAS API ഫിൽട്ടർ ചെയ്യാനായിട്ടും DLL എംബെഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടും ഒക്കെ ദാറ്റ് ഈസ് ക്വറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജസും അവൈലബിൾ ആണ്. This is the screen for IAS Logger and provides additional IAS logging facilities. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. അല്ലാതെ നോട്ടിഫിക്കേഷൻസും ലൈസൻസിങ്ങും ഒക്കെ ഉണ്ട്. ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ചെയ്യാൻ പറ്റും സിസ്ലോഗ് സെർവറിനെ. അങ്ങനത്തെ പല കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. ഒരു സിംഗിൾ ലോഗ് മെസ്സേജിനെ കാണാൻ പറ്റുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന window. Okay, what is the importance of audit logs? Okay, 4 കാര്യങ്ങളാണ് why audit logs are important. ഒന്ന്, it helps with accountability and reconstruction. 3, intrusionനെ ഡിറ്റക്ട് ചെയ്യാൻ ആൻഡ് എനി അതർ പ്രോബ്ലത്തിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഓഡിറ്റ് ലോഗ്സ് സഹായിക്കുന്നതാണ്. Okay, now we are going to look at some logs and the tools. Okay, syslog എന്ന് പറയുന്നത് is a combined audit mechanism used by Linux operating system. Okay, so ലോക്കലും റിമോട്ടും ആയിട്ടുള്ള ലോഗ്സ് കളക്ട് ചെയ്യാനായിട്ട് ഈ syslog പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് നോർമലി കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു സിംഗിൾ പോയിന്റ് ഓഫ് മാനേജ്മെന്റ് ആണ്, കൺട്രോൾഡ് ഓൺ എ പെർ മെഷീൻ ബേസിസ്. എന്ന് വെച്ചാൽ ഓരോ മെഷീനിൽ അതിൻ്റെതായ syslog's സ്റ്റോർ ചെയ്ത് വെക്കുന്നതായി. ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫോർ കോൺഫിഗറേഷൻ facility.level tab and എന്ത് ആക്ഷൻ ചെയ്യണം എന്നുള്ളതാണ് കോൺഫിഗർ ചെയ്യാനായിട്ട് syslogനെ കോൺഫിഗർ ചെയ്യാനായിട്ടുള്ള ഫോർമാറ്റ്. ഓക്കെ, അഡ്വാൻറ്റേജ് ഓഫ് പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ മെസ്സേജസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടതെല്ലാം സ്റ്റോർ ചെയ്തു. ഓക്കെ, ആൻഡ് എങ്ങനെ നമുക്ക് പ്രയോറിറ്റീസ് ലോഗ് ചെയ്യേണ്ടത് എന്ത് പ്രയോറിറ്റിയിലാണോ എന്നുള്ളത് ഈ സിസ്ലോഗിനെ /var/log/syslogൽ കോൺഫിഗർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. റിമോട്ട് ലോഗിങ്ങിൽ സെൻട്രലൈസ്ഡ് ലോഗ് കളക്ഷൻ പോസിബിൾ ആണ്. സോ സെർവർ സിസ്റ്റം ഏതാണോ അവിടെ റിമോട്ടായിട്ട് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ മെഷീൻസിന്റെ ഡേറ്റ ലോഗ് ചെയ്ത് വെക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഓഡിറ്റിംഗ്, സെക്യൂർ ലോഗ് സ്റ്റോറേജ്, ഈസിയർ ലോഗ് ബാക്കപ്സ് ആൻഡ് ആൻ ഇൻക്രീസ് ചാൻസ് ഓഫ് അനാലിസിസ് അക്രോസ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ നെറ്റ്വർക്കിൽ നമുക്ക് ഇതെല്ലാം എല്ലാ മെസ്സേജസും ലോഗ് ചെയ്ത് ഡീറ്റെയിൽസ് ഇപ്പം പല ഡിവൈസസ് ഒരിടത്ത് ചെയ്യാൻ പറ്റുന്നു ആൻഡ് ഓൾസോ അനാലിസിസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ ഫോർ ഫോറൻസിക്സ്. ഓക്കെ, ഇനി ഒരു ലോഗിനെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, സോ ഓഡിറ്റ് ലോഗ്സിനെ
കോപ്പീസ് ക്രിയേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് വിൽ ഹെൽപ്പ് വിത്ത് proving to the court that the logs are not tamperable. Okay, preparing the server for remote logging for methods on the central logging server should be set aside, separate so that it is secure. Okay, server should be kept in a secure location behind a firewall. Any unnecessary system completely secure ആയിരിക്കണം. ഒരു പോർട്ടുകളും unnecessary ആയിട്ട് ഓപ്പണിങ്ങോ സർവീസസ് ആവശ്യമില്ലാത്ത സർവീസസ് റൺ ചെയ്യാനോ ഒന്നും പാടില്ല. എന്നിട്ട് ബാക്ക് ഡോർസ് ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യപ്പെടാനായിട്ടുള്ള ചാൻസസ് തീരെയും കുറവായിരിക്കും. ഓക്കെ, ഒരു യൂസറിനും ഈ സെർവർ സിസ്റ്റത്തിൽ കയറി അൺനെസസറി ആയിട്ടുള്ള അൺനെസസറി ഡിലീഷൻസ് ആക്ഷൻസ് എടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി റിമോട്ട് ലോഗിങ് കോൺഫിഗർ ചെയ്യാനായിട്ട് റൺ ചെയ്യേണ്ട കമാൻഡ് എന്ന് പറയുന്നത് syslog d വിത്ത് -r ഓപ്ഷൻ. ഓക്കെ, അപ്പൊ UDP മെസ്സേജുകളെ എല്ലാം റിമോട്ടായിട്ട് റിസീവ് ചെയ്ത് ലോഗ് ചെയ്യാനായിട്ടാണ് syslog d -r ഓപ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 3 ഫയലുകൾ ചേഞ്ച് ചെയ്യണം. init.dയും sysconfigഉം സർവീസസും. ഓക്കെ, ഈ 3 ഫയലുകൾ ചേഞ്ചസ് നമ്മൾ വരുത്താം. Okay, and the reference should appear in var/slog/messages file, indicating that the syslog server is running. Okay, syslog server can be added to the configuration file in a client by editing /etc/syslog_d.onFile. Okay, syslog -n. ഈ പർട്ടിക്കുലർ ടൂള് ഒരു ഓഡിറ്റ് പ്രോസസ്സിംഗ് ടൂള്. ഓക്കെ, സെൻട്രലൈസ്ഡ് ആയിട്ട് സെക്യൂർ സ്റ്റോർഡ് ലോഗ്സ് ഓൾ ഡിവൈസസ് ഓഫ് ദ നെറ്റ്വർക്ക് ഈ ടൂള് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഗ്യാരണ്ടീസ് ദി അവൈലബിലിറ്റി ഓഫ് ലോഗ്സ്. ഇറ്റ് ഇസ് കമ്പാറ്റബിൾ വിത്ത് സെവറൽ പ്ലാറ്റ്ഫോംസ്. ഇറ്റ് ഇസ് യൂഷ്വലി ഹെവിലി ഫയർവാൾഡ്, സെക്യൂർ ആണ് എൻവയോൺമെന്റ്, ഓഫേഴ്സ് പ്രൂവൺ റോബസ്റ്റ്നെസ്, manages audit trails, customizes data mining and analysis capabilities, and allows a user to filter based on message content. Okay, കാണാൻ view ചെയ്യാനായിട്ട് യൂസറിനെ സഹായിക്കും. Now this is one, window of the syslog tool. ബ്രൗസറിലാണ് കാണിച്ചിരിക്കുന്നത്. So this is used to manage the logs for all devices on the network. ഓക്കെ, ഇനി കുറെ ടൂളുകളാണ്. സോക്ക് ലോഗ്. ഇത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അറിയാം. സോ ജസ്റ്റ് സിമിലർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആണ് ഫോർ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. സോ സോക്ക് ലോഗ് എന്ന് പറയുന്നത് syslog d-നെ സെക്യൂർ ചെയ്താണ്, ബിക്കോസ് ഇറ്റ് വാസ് സ്മോളർ ആൻഡ് മോർ സെക്യൂർ. syslog d പോലെ തന്നെ ലിനക്സിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓൺ glibc, glibc 2.10 or higher, or diet libc, OpenBSD, FreeBSD, Solaris, ഈ വേർഷൻസിലെല്ലാം ഇത് അവൈലബിൾ ആണ്. syslog daemon എന്ന് പറയുന്നത് വിൻഡോസിന് വേണ്ടിയിട്ടുള്ള ഒരു സിമിലർ ഫ്രീവെയർ വേർഷൻ ആണ്. റിസീവ്സ് ലോഗ്സ് ആൻഡ് ഡിസ്പ്ലേസ് ആൻഡ് ഫോർവേഡ് syslog മെസ്സേജസ് ഫ്രം റൗട്ടേഴ്സ്, സ്വിച്ചസ്, യുണിക്സ് ഹോസ്റ്റ് ആൻഡ് അതർ syslog enabled devices. ഓക്കെ, syslog ഇന്റെ ഒരു സെറ്റപ്പ് വിൻഡോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ സി ഫ്രം ഡിഫറെന്റ് ഡിവൈസസ് ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്ത് പോർട്ട് സ്പെസിഫൈ ചെയ്യാനും ഏതൊക്കെയാണ് ഫെസിലിറ്റീസ്, അങ്ങനത്തെ പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കസ്റ്റമൈസ് ചെയ്ത ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഫോർ ലോഗ്. ഓക്കെ, ഇനി അടുത്ത ടൂൾ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ലോഗ് പാർസർ. ഇറ്റ് ഇസ് എ പവർഫുൾ, വേഴ്സറ്റൈൽ ആൻഡ് റോബസ്റ്റ് കമാൻഡ് ലൈൻ ടൂൾ. ഓക്കെ, സോ SQL ഇന്റർഫേസ് യൂസ് ചെയ്ത് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയൽ ഫോമാറ്റ്സിനെ പെട്ടെന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഓവർ മെനി വെബ്സൈറ്റ്സ് സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ മൈക്രോസോഫ്റ്റ് ലോഗ് പാർസർ. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് enables the user to run SQL-like queries against log files of different പല type of formats, produces the desired information either on the screen, in a file, or in an SQL database. ആവശ്യമായ രീതിയിൽ ഔട്ട്പുട്ട് കാണിക്കും. allows multiple files to be piped in or out as source or target tables, generates HTML reports and MS Office objects, supports conversion between SQL and CSV formats.
അതിൻ്റെ ഒരു സ്ക്രീനാണ് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ലോഗ് ഫയൽസിനെ പാഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടൂളാണ്, ഐ മീൻ വിൻഡോ ആണ് ഇതിൻ്റെ അകത്ത്. ആ പർട്ടിക്കുലർ വിൻഡോ മൈക്രോസോഫ്റ്റ് ലോഗ് പാഴ്സറിൻ്റെ. ഓക്കെ, ഇനി അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ ഗ്ലോബൽ query access to text-based data such as IAS logs, XML files, text files, CSV files, and the key data sources are Windows, event logs, registry, file system, and other plugins and Active Directory. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ലോഗ് ഫയൽസിനെ, ടെക്സ്റ്റ് ബേസ്ഡ് ലോഗ് ഫയൽസിനെ ആക്സസ് ചെയ്ത് അനലൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദ പാർസർ വാസ് ക്രിയേറ്റഡ് ഫോർ Windows 2000, Server 2003 and XP Professional. അടുത്തൊരു ടൂളാണ് ഫയർവാൾ അനലൈസ്. ഫയർവാളിൻ്റെ മോണിറ്ററിങ്ങും ലോഗ് അനാലിസിസ് ടൂളുമാണ് ഇത്. ഇറ്റ് ഇസ് വെബ് ബേസ്ഡ്. ഇറ്റ് കളക്ട്സ്, അനലൈസസ് ആൻഡ് റിപ്പോർട്ട്സ് ഇൻഫർമേഷൻ ഓൺ enterprise wide firewalls, proxy servers and radius servers. Features, bandwidth usage in the tracking, intrusion detection, traffic auditing, anomaly detection. അപ്പോൾ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ബിഹേവിയർ, യൂസർ ബിഹേവിയർ ഓർ ട്രാഫിക് ബിഹേവിയർ അതർ ദാൻ ദ നോർമൽ കാണുവാണെങ്കിൽ അനോമലി ഡിറ്റക്ട് ചെയ്യും. വെബ്സൈറ്റ്സിനെയും മോണിറ്റർ ചെയ്യും ഫോർ യൂസർ ആക്സസസ്. ഇതിൻ്റെ ഒരു വിൻഡോ ആണ്. പലതരം യു കെൻ സി ട്രാഫിക്സും ട്രാഫിക് സ്റ്റാറ്റിസ്റ്റിക്സും സിസ്റ്റത്തിലുള്ള ഓരോ ഡിഫറെൻറ്റ് തീമിലുള്ള ഓവർവ്യൂ. ട്രാഫിക്കിൻ്റെ ഓവർവ്യൂ ആണ് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവന്റിന്റെ ഓവർവ്യൂ കാണിച്ചിരിക്കുന്നു. അതുപോലെ പല തരം ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ദിവസത്തെ സെപ്പറേറ്റ് കാണാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് ആർ ദേർ ഇൻ ദിസ് ഫയർവാൾ അനലൈസർ. Okay, another tool is Adaptive Security Analyzer, ASA. Okay, so ASA Pro, it is used for security and threat intelligence application ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. It continuously monitors dynamic, high volume, heterogeneous security related data. And it recognizes and quantifies the extent of event abnormalities. അപ്പോൾ നെറ്റ്വർക്കിൽ ഉള്ള മോണിറ്ററിങ്ങും അനാലിസിസ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസന്റ് ചെയ്യുക. അതേപോലെ തന്നെ മെസ്സേജസ് ആർ അലേർട്ട്സ് സെക്യൂരിറ്റി പേഴ്സണിന് കൊടുക്കുക. ഓക്കെ, സോ ഫീച്ചേഴ്സ് ആർ ആക്സലറേറ്റ്സ് ത്രെറ്റ് റെസ്പോൺസ്, ഇംപ്രൂവ്സ് പ്രിഎംപ്റ്റീവ് കേപ്പബിലിറ്റീസ് എന്നുവെച്ചാൽ ഒരു അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ബിഫോർ ഇറ്റ് ഹാപ്പൻസ് സഹായിക്കുന്നു. എക്സ്പാൻസ് റിസോഴ്സ് കപ്പാസിറ്റി, പലതരം ഡിവൈസുകളെ ഒന്നിച്ച് യൂസ് ചെയ്ത് അതിൻ്റെ ലോഗുകൾ യൂസ് ചെയ്ത് അനാലിസിസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇറ്റ് മാക്സിമൈസസ് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി ആൻഡ് അതർ IT അസറ്റ്സ്. ഓക്കെ, ASAയുടെ ഒരു വിൻഡോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ASA IIS റിപ്പോർട്ട്. ASAയിൽ IIS റിപ്പോർട്ട് എങ്ങനെ എടുക്കാം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഷോൺ ഓവർ ഹിയർ. ഇറ്റ് മേ ബി അഡ്വൈസബിൾ ടു സ്റ്റോപ്പ് IAS at this time, review the alert log and determine the specific nature of the security event. ഒരു പർട്ടിക്കുലർ ഇവന്റ് വന്നപ്പം ഇങ്ങനെ ഒരു അലേർട്ട് വന്നു. സോ ഈ പർട്ടിക്കുലർ ഇവന്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ആസ് ട്രസ്റ്റഡ് ഇവന്റ്. അതുകൊണ്ട് IASനെ സ്റ്റോപ്പ് ചെയ്തത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് ഇതിൻ്റെ അകത്ത് തന്നെ ഈ മാനേജ്മെന്റ് ടൂള് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് gives a lot of details about different events, security related events that are happening on the network. Okay, അടുത്തത് GFI Event Manager, and again a tool. It collects data from all the devices that are used on Windows, like Windows Events Log, W3C and syslog. എല്ലാ ലോഗുകളാണ്. Okay, it applies rules and filtering to identify key data and administrating real-time alerts കൊടുക്കും, in addition to remedial actions. Okay, features: network-wide analysis of event logs, explanation of events, centralized logging, high-performance scanning engine, monitoring, real-time alerts, advanced event filtering features, report viewing for key security information. അങ്ങനെ
മറ്റ് ടൂളുകളിൽ കാണുന്ന മിക്ക കാര്യങ്ങളും ഇതിൻ്റെ അകത്തും ഉണ്ട്. ഹൗ ഡസ് GFI ഇവന്റ് മാനേജർ വർക്ക്? 2 സ്റ്റേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവന്റ് കളക്ട് ചെയ്യുന്നു, ഫസ്റ്റ് സ്റ്റേജ്, ആൻഡ് ആ ഇവന്റ്സ് കളക്ട് ചെയ്ത ഇവന്റ്സിനെ പ്രോസസ് ചെയ്യും, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യും. Okay, so you can see in this particular diagram, GFI event manager 2 സ്റ്റേജുകളിലായിട്ടാണ് ഇവന്റ്സിനെ മാനേജ് ചെയ്യുന്നത്. ആദ്യം ഇവന്റ് കളക്ഷൻ ആണ്. അത് എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്യുന്നതെന്നാണ് ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ W3 ലോഗ്സും ഈ നേരത്തെ കാണിച്ച സിസ് ലോഗ്സ്, അതേപോലെ തന്നെ ഐ കാൺ സീ ദാറ്റ് ഇവിടെ ഉണ്ട് വിൻഡോസ് ഇവന്റ് ലോഗ്സ് W3Cയും സിസ് ലോഗ്സിൽ നിന്നുമാണ് ഈ ഇവന്റിനെ കളക്ട് ചെയ്യുന്നത്. Okay, once the event has been collected, then the event will be processed. Process ചെയ്യുന്ന steps ആണ് runs the processing rules against the collected events, classifies the events, and then triggers the actions. ഈ actions trigger ചെയ്യുന്നത് alerts generate ചെയ്യാം, അല്ലെങ്കിൽ ആർക്കൈവ് ചെയ്ത് ഇവന്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട്, ദാറ്റ് ഇസ് ഈ ഇവന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഇവന്റ് മാനേജർ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, സോ ദീസ് ആർ ദ പോസിബിലിറ്റീസ് ഇൻ ദ 2 stages. Okay, next is ActiveWorks Security Center. Again, സെക്യൂരിറ്റി ഇൻഫർമേഷനും ഇവന്റ് മാനേജ്മെന്റും ആണ് ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് മോണിറ്റേഴ്സ് സെക്യൂരിറ്റി റിലേറ്റഡ് ഇവന്റ്സ് ഫോർ എ വെറൈറ്റി ഓഫ് ഡിവൈസസ് ഫ്രം 1 സെൻട്രൽ കൺട്രോൾ. സെക്യൂരിറ്റി സെന്റർ എന്ന് പറയുമ്പോൾ ഒരിടത്തുനിന്ന് പല ഡിവൈസസിലുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് മാനേജ് ചെയ്യുന്നതിനാണ്. സോ ഇറ്റ് അലൗസ് ഫോർ ത്രെറ്റ് ഡിസ്കവറി, കോറിലേഷൻ ഓഫ് സെക്യൂരിറ്റി ഇൻഫർമേഷൻ, ആൻഡ് അനാലിസിസ് ഓഫ് വൾനറബിലിറ്റീസ് ആൻഡ് attacks. Also, it provides intelligence for security personnel to act upon. So, whole network ne secure ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഈ ഇൻഫർമേഷൻ സഹായിക്കുന്നു. അതിൻ്റെ ഒരു സ്ക്രീനാണ് പ്രോഡക്റ്റ് ടൈപ്സ് മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ടൈപ്സിനെയാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. എഗെയിൻ ഹിയർ ഓൾസോ GFIയുടെ ഇവന്റ് മാനേജർ പോലെ തന്നെ ഇതും 2 സ്റ്റേജസിലാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ലിനക്സ് പ്രോസസ് അക്കൗണ്ടിങ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. ലിനക്സ് പ്രോസസ് അക്കൗണ്ടിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.